ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്നൊരു ബേൽപൂരി ഉണ്ടാക്കിയാലോ. ഹൽദിറാംസിൻ്റെ ബേൽപൂരി മിക്സാണ് മേടിച്ചേക്കുന്നത്. ഇത് അച്ഛനും അമ്മയും വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഗുജറാത്തിൽ നിന്ന്. അപ്പം നമുക്ക് ഇതിവിടെയും കിട്ടും, നമ്മുടെ കേരളത്തിലും കിട്ടും. പക്ഷെ നല്ലത് അവർ കൊണ്ടുവന്ന കാരണം ഞാനതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഞാനിതങ്ങനെ കഴിച്ചിട്ടില്ല. ഹൽദിറാംസിൻ്റെ വേറൊരെണ്ണമുണ്ട്, ഖട്ടാ മീഠ, എനിക്കതാണ് ഇഷ്ടം. ഇതിനകത്തെല്ലാം ഉള്ളതാണ്. ഇതിനകത്ത് സോസുണ്ട്, പിന്നെ ഇതിൻ്റെ കൂടുതൽ സേവും ഉണ്ട്. നമുക്കത് നോക്കാം പൊട്ടിച്ച്. ഒരു പുളിയും മധുരവും എല്ലാം കൂടെ ഉള്ളതാണ്. എല്ലാവർക്കും മിക്കവർക്കും ഒക്കെ യൂസ് ചെയ്യുന്നവരാണ് മിക്കവരും. ഇത് നല്ലൊരു സ്നാക്കാണ്, ഈവനിങ് സ്നാക്ക്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കിവിടെ നോക്കാം. അപ്പോൾ എല്ലാം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം, അതിന് ചെക്ക് ചെയ്ത്. അപ്പോൾ ഇതിനകത്തൊരു സോസുണ്ട്, ടാമറിൻ സോസ്, ഒരു ടൊമാറ്റോ സോസ്, എല്ലാം കൂടെ ഉള്ള സോസുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തൊരു സേവുണ്ട്, മിച്ചർ കൂട്ടുള്ള കുഞ്ഞ സാധനം, കടലമാവിൻ്റെ, പിന്നെ മിക്സർ കാണിക്കുക എങ്ങനെയാണ്. സാധാ മിക്സർ തന്നെയുള്ളൂ. അത് പിന്നെ കടല ഇതെല്ലാം ഉള്ള ടൈപ്പ് മിക്സറാണ്. എല്ലാവർക്കും മനസ്സിലാകും, നമുക്ക് ലാസ്റ്റ് കാണാൻ പറ്റുന്നത്. ഞാൻ കുറച്ച് കഴിച്ച് നോക്കുവാണ്, എങ്ങനെയുണ്ട്, നല്ലതാണോ എന്ന് അറിയാൻ പറ്റും. തണുത്തൊന്നും അല്ലല്ലോ, ഫ്ലിപ്പ് കവർ പാക്കാണ്, അപ്പോൾ തണുത്തൊന്നും ആയിരിക്കത്തില്ല, നല്ല ഫ്രഷ് ഇതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇത് ഉണ്ടാക്കണ്ടേന്നുള്ളത്. ഇതാണ് എൻ്റെ അടുത്ത് ഫ്രണ്ടിൽ നമുക്ക് നോക്കാം എന്തൊക്കെ എല്ലാം ഉണ്ടോ, നമ്മുടെ അടുത്ത് എത്ര ഉള്ളോ നമുക്ക് നോക്കാം. ഞാൻ എല്ലാം നോക്കുവാണ്, എൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടോ എന്നറിയാൻ വേണ്ടി. ഒരു 60-70 റേറ്റിൻ്റെ ഇതാണ്. ഫുൾ ഫാമിലി പാക്കെന്ന് പറയാം. നല്ല സ്നാക്ക് ഐറ്റംസാണ്. 4 മണിക്കൊക്കെ പിള്ളേർക്കൊക്കെ, എല്ലാ പിള്ളേർക്കും ഇഷ്ടപ്പെടണം നിർബന്ധമൊന്നുമില്ല. ഉണ്ടോ, ഇതാണ് എൻ്റെ സേവ്. അപ്പം ഉണ്ടോ, കാണാമല്ലോ സേവ്. ഇതിൻ്റെ അകത്തുള്ളതാണ് ഹൽദിറാംസിൻ്റെയാണ് നമുക്ക് വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്നത്. നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഹൽദിറാംസിന് മേടിക്കുക. ഞാൻ റെക്കമെൻഡ് തന്നെ ചെയ്യാമെന്ന് വെച്ചാൽ മതി. എന്ന് വെച്ചാൽ നല്ലതാണ്. പിന്നെ ഇത് കൂട്ടൊരു സോസ്, ഒരു ചാറുമായ സംഭവമുണ്ട്, തക്കാളി എല്ലാം കൂടെ മിക്സാണ്, ഒരു പുളി എരിവെല്ലാം ഉള്ളത്. പിന്നെ കണ്ടു ഇതിനകത്തുള്ള ഐറ്റംസൊക്കെ തന്നെയാണുള്ളത്. കണ്ടു സോസിൻ്റെ ഒരു കവറുണ്ട്. പിന്നെ ഇത് കൂട്ട് ഇന്നത്തെ ഇൻ്റർഫേസ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് സംഭവം നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ. പക്ഷേ ഞാൻ ഇച്ചിരി ഉണ്ടാക്കിയേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഇത്രയും കറക്റ്റായിട്ടുള്ള ഇത് വന്നിട്ടില്ല. നമുക്ക് നോക്കാം. അപ്പോൾ നല്ല ഫുൾ ഉള്ളതാണ്, ഫുൾ മീൻസ് കവർ നിറച്ചാണ്. ഫുൾ ഫാമിലി പാക്ക് തന്നെ പറയാം. ആദ്യം ഒരു ഒണിയൻ വെച്ചാൽ ഉള്ളി അരിഞ്ഞിടണം, കുനുകുനാന്ന്. ഓക്കെ, ചെറുതായിട്ട് തക്കാളിയൊക്കെ ചേർക്കും. തക്കാളി ഞാൻ ചേർത്തില്ല, അതൊക്കെ ഓപ്ഷനാണ്. നമുക്ക് എന്തൊക്കെ ഇഷ്ടമാണോ അതെല്ലാം ചേർക്കാം. ചീസോ കടലയോ ഒക്കെ ചേർക്കാം. കടലയൊന്നും പക്ഷേ ഞാൻ ചേർത്തില്ല, ഉണ്ടായിരുന്നതും ചേർത്തില്ല. പെട്ടെന്ന് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ എടുത്തതാണ്. പിള്ളേർ ആവശ്യപ്പെട്ട കാരണം ഞാൻ പെട്ടെന്ന് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തതാണ്.